മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിന് തൊട്ടുപിന്നാലെ UDF പാർലമെന്ററി പാർട്ടി യോഗം ഇന്ന് ചേരും. ഇതിന് മുന്നോടിയായി ഘടകകക്ഷികളായി മുസ്ലിം ലീഗും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പും നേതൃയോഗം ചേരുന്നുണ്ട്. പാണക്കാട് നിന്ന് ഗോകുൽ കെ വേണുഗോപാൽ ചേരുന്നു. അതുപോലെ കോട്ടയത്ത് നിന്ന് ടോബി ജോൺസണും കോഴിക്കോട് നിന്ന് ദീപക് തർമടവും തത്സമയം ചേരുകയാണ്. ആദ്യം പാണക്കാട്ടേക്ക് ഗോകുൽ കെ വേണുഗോപാൽ ചേരുന്നു. പാണക്കാട് നിന്ന് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ വി ഡി സതീശന് വേണ്ടി വളരെ സ്ട്രോങ് ആയി തന്നെ ലീഗ് നിൽക്കുന്നു എന്ന രീതിയിലാണ് വാർത്ത പരക്കുന്നത്. ഗൂഗിൾ അന്തരീക്ഷത്തിൽ മാറ്റമുണ്ടോ? തീർച്ചയായും അതുതന്നെയാണ് ലീഗിന്റെ ആദ്യത്തെയും ഇപ്പോഴത്തെയും നിലപാട്. ആ നിലപാടിൽ മാറ്റം വരുത്താൻ മുസ്ലിം ലീഗ് ഇപ്പോഴും തയ്യാറായിട്ടില്ല. ഇന്നലെയും മുസ്ലിം ലീഗിന്റെ ഉന്നതാധികാര സമിതി യോഗം പാണക്കാട് സാദിഖലി തങ്ങളുടെ വസതിയിൽ വെച്ച് ചേർന്നിരുന്നു. ആ യോഗത്തിലും വി ഡി സതീശൻ തന്നെ മുഖ്യമന്ത്രിയായി വരും എന്നൊരു പ്രതീക്ഷയാണ് മുസ്ലിം ലീഗ് പങ്കുവച്ചിട്ടുള്ളത്. ഇന്നിപ്പോൾ മറ്റൊരു യോഗം ചേരാൻ മുസ്ലിം ലീഗ് തീരുമാനിച്ചിരിക്കുകയാണ്. മുസ്ലിം ലീഗ് നേതൃയോഗം ഇന്ന് പാണക്കാട് സാദിഖലി തങ്ങളുടെ വസതിയിൽ വീണ്ടും ചേരും. അത് ഈ കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി യോഗം കഴിഞ്ഞതിന് ശേഷമായിരിക്കും അത്തരത്തിലൊരു യോഗം ചേരുന്നുണ്ടാവുക. മുഖ്യമന്ത്രി ആരായിരിക്കുമെന്നതിനെ സംബന്ധിച്ചൊരു തീരുമാനം വന്നു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട പ്രതികരണത്തിന് വേണ്ടിയായിരിക്കും ഈ യോഗം ചേരുന്നുണ്ടാവുക. വി ഡി സതീശൻ തന്നെ മുഖ്യമന്ത്രിയായി വരണമെന്നൊരു താല്പര്യം മുസ്ലിം ലീഗ് പ്രകടിപ്പിക്കുന്നു. അത്തരത്തിലൊരു തീരുമാനം ഉണ്ടാകുമെന്ന പ്രതീക്ഷ കൂടി മുസ്ലിം ലീഗ് പങ്കുവെക്കുന്നുണ്ട്. മുസ്ലിം ലീഗിന്റെ നേതാക്കൾ പങ്കുവെക്കുന്ന ഒരു സാഹചര്യമുണ്ട്. രഹസ്യമായെങ്കിലും ഫോണിൽ വിളിച്ച് സംസാരിക്കുമ്പോഴെങ്കിലും പങ്കുവെക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകാൻ മുസ്ലിം ലീഗ് തയ്യാറായിട്ടില്ല. ഒരു പക്ഷേ അതിന് വിരുദ്ധമായിട്ടൊരു തീരുമാനമാണ് വരുന്നതെങ്കിൽ കെ സി വേണുഗോപാലോ മറ്റേതെങ്കിലും ഒരാൾ വരികയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പ്രതികരണം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് വീണ്ടും യോഗം ചേരുന്നത്. കഴിഞ്ഞ ദിവസം നടത്തിയ യോഗത്തിൽ വി ഡി സതീശൻ തന്നെ മുഖ്യമന്ത്രിയായി വരും എന്നൊരു താല്പര്യം അല്ലെങ്കിൽ അത്തരമൊരു പ്രതീക്ഷ തന്നെയാണ് പങ്കുവച്ചത്. മറ്റാരെങ്കിലും എന്നൊരു അഭിപ്രായമോ ഒരു ഓപ്ഷനോ വന്നിരുന്നില്ല. പക്ഷേ ഇന്നലെ പ്രഖ്യാപനം ഉണ്ടാവാത്തതിന്റെ സാഹചര്യത്തിൽ, ഇന്നേക്ക് നീണ്ടുപോയതിന്റെ സാഹചര്യത്തിൽ അവർ അത്തരത്തിലൊരു സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് യോഗം ചേരുന്നത്. ഒരുപക്ഷെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രതികരണം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്ന് കരുതപ്പെടുന്നു. കാരണം വി ഡി സതീശൻ അല്ലാതെ മറ്റൊരാൾ വരികയാണെങ്കിൽ എന്തെങ്കിലും ഒരു പ്രതികരണം മുസ്ലിം ലീഗിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് കരുതപ്പെടുന്നു. അങ്ങനെ വരികയാണെങ്കിൽ അതൊരു വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വിഷയമാകും. പ്രത്യേകിച്ച് ജി സുകുമാരൻ നായർ ഉൾപ്പെടെയുള്ള ആളുകൾ കഴിഞ്ഞ ദിവസം നടത്തിയ പരാമർശങ്ങൾ നമ്മളുടെ മുമ്പിലുണ്ട്. കാരണം ഈ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക കോൺഗ്രസിന്റെ ഹൈക്കമാൻഡാണ്. അതിൽ ഘടകകക്ഷികൾ സമ്മർദ്ദം ചെലുത്തിയതാണ് ഈ രീതിയിൽ നീണ്ടുപോകാൻ ഇടയാക്കിയത് എന്ന തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ നടത്തിയിരുന്നു. അതിനാൽ തന്നെ ഇന്നത്തെ യോഗത്തിന് ഒരു പ്രത്യേക പ്രാധാന്യം കൂടി കൽപ്പിക്കപ്പെടുന്നുണ്ട്. രണ്ടു കാര്യങ്ങളാണ്. ഒന്ന്, വി ഡി സതീശൻ അല്ലാതെ മറ്റൊരാൾ മുഖ്യമന്ത്രിയായി വരികയാണെങ്കിൽ എന്തായിരിക്കും ലീഗിന്റെ പ്രതികരണം എന്നുള്ളത് കാതോർത്ത് നിൽക്കുന്ന ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ ഈ ഘടകകക്ഷികൾ ഈ രീതിയിൽ സമ്മർദ്ദം ചെലുത്തുന്നു എന്ന മറ്റു സംഘടനകളുടെ പരാമർശങ്ങൾ അല്ലെങ്കിൽ അവരുടെ പ്രതികരണങ്ങൾ ഏത് രീതിയിലായിരിക്കും വിലയിരുത്തുക എന്നുള്ളതും ഇന്നത്തെ ചർച്ചയുടെ പ്രധാനപ്പെട്ട കാര്യമായി വിലയിരുത്തപ്പെടുന്നു. SK ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.